നമ്മുടെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒന്നാണ്. എല്ലാവരോടായിട്ട് പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, കംഫർട്ട് സോൺ നമ്മളെ കില്ല് ചെയ്യും. സ്ക്രിപ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ പല ആൾക്കാരും കിട്ടിയിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലേ ചെയ്യുള്ളൂ. ഇങ്ങനെ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയാണ്. അതായത് ഇതേ സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കണം, 10, 18, 15 വയസ്സുള്ള ആൾക്കാർ ഷോർട്ട് ഫിലിമുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ അത് ഇത്രത്തോളം വൃത്തിയാവണം എന്നൊന്നും ചിന്തിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. പക്ഷേ അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് വലിയ നന്നാവണം എന്ന് വിചാരിച്ചൊരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് വർഷങ്ങൾ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഓരോരോ വീടുകളിലെ ഓരോരോ വീട്ടമ്മമാർ പോലും ഫിലിം മേക്കിംഗ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നിങ്ങളെപ്പോലെയുള്ള ഇത്രയും പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വെയിറ്റ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുള്ള കാര്യം വരും. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ടോ, മൊബൈലിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ക്യാമറ എടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടോ, അത് വെച്ച് ഒരു ചെറിയൊരു ക്യാമറമാനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഉള്ളതിനെ വെച്ച് നമ്മൾ മൂവ് ചെയ്തില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ട് തനിച്ച് നിൽക്കുന്ന അവസ്ഥ വരും. ഈ കംഫർട്ട് സോൺ നമ്മൾ ഭേദിക്കുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം ചെയ്യണോ, നിങ്ങളുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈല് അതിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്വാളിറ്റി കുറവായിരിക്കും, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് എത്തില്ലായിരിക്കും. പക്ഷെ സ്റ്റിൽ നമ്മളൊരു വർക്ക് ചെയ്തു. നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാനായിട്ട് പേടിയാണോ, പേടിക്കാതെ മുന്നോട്ട് പോവുക. കംഫർട്ട് സോൺ പൊളിച്ചിട്ട് നമ്മൾ പോയി നേരിട്ട് പിച്ച് ചെയ്യുക സ്ക്രിപ്റ്റ്. എത്രയോ വലിയ ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ, അല്ലാതെ ദൈവങ്ങളൊന്നല്ലല്ലോ. അവരും നമ്മളും ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. എല്ലാം ഒരേപോലെ തന്നെയല്ലേ. ഒരു വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായി എല്ലാവരും പാനിക്കാവും, അല്ലാതെ അവർ ധൈര്യത്തിൽ നിൽക്കൊന്നുമില്ലല്ലോ. ഒരു ഹീറോസ് ഒന്നുമല്ല, ഒക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മൾ അതേപോലെ തന്നെ പ്രൊഡ്യൂസറെ കാണുകയാണെങ്കിൽ പ്രൊഡ്യൂസറെ പോയി കണ്ട് സംസാരിക്കാം. കാരണം അറിയാം, നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ്. നമ്മുടെ ഡ്രീമിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഈ ലൈഫിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിപ്പോഴും ഹാപ്പിയാണ്, 100% ഹാപ്പിയാണെന്ന്? അങ്ങനെ തോന്നുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സിനിമ പഠിച്ചിട്ടില്ല എന്നർത്ഥം, അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യുന്നില്ല എന്നർത്ഥം. സിനിമ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ആ ലക്ഷ്യസ്ഥാനം എത്താത്തതിൻ്റെ ഒരു വിങ്ങൽ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ കംഫർട്ട് സോണിലാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കംഫർട്ട് സോൺ പൊളിച്ച് നമ്മൾ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. എനിക്കും പറ്റിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.